Hi friends, welcome back to my channel. It's me PRAMEESHA. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാഷൻ തിയറി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ എംബ്രോയ്ഡറി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഫാഷൻ തിയറി അല്ലേ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനും ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാഷൻ തിയറിക്കും നിങ്ങൾ ഇതുപോലെ തന്നെ നോട്ട്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫാഷൻ തിയറിയിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് വാട്ട്സ് മെൻറ്റ് ബൈ ഫാഷൻ. അതായത് ഫാഷന് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡെഫിനീഷൻ ആവശ്യമാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ദെൻ നമ്മൾ പിന്നെ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫാഷൻ. അതായത് ഫാഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് ആണല്ലേ. അപ്പോൾ ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ മേഖലകളിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് ഇൻ ഗാർമെൻറ്റ് ടെക്നോളജിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച ഫാഷൻ തിയറിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫാഷൻ എന്ന വേർഡിനെ നമുക്ക് പല വിധത്തിൽ നിർവചിക്കാം. അതിന് നമ്മൾ പറയുന്നത് ഫാഷൻ ടെർമിനോളജി എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട്സ് മെൻറ്റ് ബൈ ഫാഷൻ എന്നായിരുന്നു. അപ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ഇറ്റ് മീൻസ് ചേഞ്ച് അല്ലേ. നമുക്കറിയാം ഇറ്റ്സ് എ സിറ്റുവേഷൻ ഓഫ് മൈൻഡ് എന്നും പറയാം. അതായത് ഒരു ഡ്രസ്സ് ഇപ്പോൾ ട്രെൻഡി ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്? അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണല്ലേ. പക്ഷേ അതൊരു പീരിയഡ് കഴിയുമ്പോഴത്തേക്കും ഔട്ട് ഓഫ് ഫാഷനായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് അതിനെ സിറ്റുവേഷൻ ഓഫ് മൈൻഡ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ദ വേർഡ് ഫാഷൻ ഈസ് ഡെറിവേറ്റ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഫേക്കർ വിച്ച് മീൻസ് ടു മേക്ക്. അതായത് ഫാഷൻ എന്ന വേർഡ് ഡെറിവേറ്റ് ചെയ്തത് ലാറ്റിൻ വേർഡായ ഫേക്കർ എന്ന പദത്തിൽ നിന്നുമാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് ടു മേക്ക് എന്നാണ്, ഉണ്ടാക്കിയെടുക്കുക. ഇനി മറ്റൊരു ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ പോപ്പുലർ ആവുന്ന സ്റ്റൈലിനെയും നമുക്ക് ഫാഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫാഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫാഷൻ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് ദർ ആർ മെയിൻലി ത്രീ ഫാക്ടേഴ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റൈൽ, സെക്കൻഡ് വൺ ഈസ് ചേഞ്ച്, തേർഡ് വൺ ഈസ് ആക്സെപ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫാക്ടർ സ്റ്റൈലാണല്ലേ. അപ്പോൾ സ്റ്റൈൽ എന്ന വാക്ക് വസ്ത്രങ്ങളുടെ ഒരു ബേസിക് സ്ട്രക്ചറാണെന്ന് തന്നെ പറയാം. സ്റ്റൈൽ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. സ്റ്റൈലും ഫാഷനും തമ്മിൽ റിലേറ്റഡ് ആണെങ്കിലും ബട്ട് അറ്റ് ദ സെയിം ടൈം സ്റ്റൈലിനും ഫാഷനും ഒന്നാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്റ്റൈലിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ പിന്നീട് ഫാഷനായി തീരുകയും ദെൻ ഔട്ട് ഓഫ് ഫാഷനായിട്ട് മാറുകയും ചെയ്യുന്നു. ബട്ട് ഈ സ്റ്റൈല് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും. അതായത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ മെൻസ് വെയറായ ഇപ്പോൾ ഷെയ്ഡ്സ് തന്നെ എടുക്കാം. അപ്പോൾ ആ ഷെയ്ഡ്സിൽ വരുത്തുന്ന ഫാഷൻ ചേഞ്ചസ് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഈ ഷെയ്ഡ്സ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുകയാണ്. അതായത് ആ സ്റ്റൈല് മാറുന്നില്ല. അതുപോലെ ലേഡീസ് വെയറായ സാരീസിൽ വരുത്തുന്ന മാറ്റങ്ങൾ പിന്നീടെല്ലാം മാറി വരുന്നുണ്ട്. ബട്ട് സാരിയുടെ ആ സ്റ്റൈല് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടർ ചേഞ്ച് ആണ്. അത് വളരെ ഈസിയാണ്. നമുക്കറിയാം ഫാഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പല റീസൺസും ഉണ്ട്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ, കൺസ്യൂമറിന് ന്യൂ മെറ്റീരിയൽ ഇപ്പോൾ മാർക്കറ്റിൽ വരുമ്പോൾ പഴയതിനോട് തോന്നുന്ന മടുപ്പ്, പിന്നെ ഓഫ് കോഴ്സ് നമുക്കറിയാം സീസണൽ ചേഞ്ചസ്. അപ്പോൾ ചേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ദെൻ നെക്സ്റ്റ് ഫാക്ടർ ഈസ് ആക്സെപ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു ന്യൂ സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യാം. അതായത് പീപ്പിൾ അതിനെ ആക്സെപ്റ്റ് ചെയ്താൽ അത് ഫാഷനായി മാറുന്നു. അതായത് ഫാഷൻ ആകണമോ അല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് കൺസ്യൂമറാണ്, അതായത് വാങ്ങി ഉപയോഗിക്കുന്ന ആൾ. അപ്പോൾ ഈ ഒരു ആക്സെപ്റ്റൻസ് ആണ് ഈ പ്രൊഡക്റ്റിനെ ഫാഷനാക്കി മാറ്റുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഈ 3 ഫാക്ടേഴ്സും എങ്ങനെയാണ് ഫാഷനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും മതി. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾ.
അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫാഷൻ ടെക്നിക്കൽ ടേംസ് പഠിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു തരാം. പിന്നെ നിങ്ങളിപ്പോൾ പുതിയതായിട്ടാണ് വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.